കരിപ്പൂർ എയർപോർട്ടിൽ ഇന്ന് രാവിലെ ഇറങ്ങിയതാണ്. ഒരുപാട് യാത്രക്കാരെ സ്വർണം, മൊബൈൽ എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഫോണ് ഈ ബാഗ് പൊട്ടിച്ചത് അങ്ങനെ നോക്കാം. ലോക്കിട്ടാണ് ലോക്ക് പൊട്ടിച്ചത്, അത് പൊട്ടിച്ച് ഇതിൽ നിന്ന് മൊബൈല് പൈസയും വേറെയും പോയിട്ടുണ്ട്. അടുത്തത് അതാ അയാളത്. ഇയാളത് എന്താ പോയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോൾഡ്, പാസ്പോർട്ട്, വേറെ എന്തെല്ലാന്നുള്ളത് ഇതാ കൊറേ പേപ്പേഴ്സ് പോയി, ഗോൾഡ് പോയി. അവസ്ഥ ഇതാണ്. ടിസോട്ട് വാച്ചും അതിന്റെ ഇടയിൽ വേറെ എന്തെല്ലാം ഉള്ളത് നമുക്കറിയാൻ പറ്റും. ഇന്ന് രാവിലെ കരിപ്പൂർ എയർപോർട്ടിൽ നടന്നതാണ്. പ്രവാസികൾ ഡേറ്റ് ജസ്റ്റ് പറഞ്ഞോടത്തേക്ക് 20-ാം തീയതി ഫെബ്രുവരി 20-ാം തീയതി ഇന്ന് രാവിലെ നടന്നതാണിത്. എന്താ ചെയ്യാന്? കാരണം അവിടുന്ന് 5 മിനിറ്റ് മുമ്പ് ലഗേജ് കേട്ടുന്ന 5 മിനിറ്റ് മുമ്പ് അല്ല. നിങ്ങൾ എന്താ സാധനം പോയത് പറയും? 1000 പൈസ കൗണ്ട് ചെയ്ത് കൊടുക്കുക. എത്രയാന്നല്ല, എന്തായാലും 1000-ന്റെ അടുത്ത് ഉറപ്പായും മാറ്റില്ല. ഡ്യൂട്ടി പേയ്ന്റെ ബില്ല് ചെക്ക് ചെയ്താൽ നിങ്ങൾ സാധനം പോയിട്ടുണ്ട്. എന്റെ മൊബൈലിൽ മൊബൈലില്ലേ ഇതിന്റെ മൊബൈലില്ലേ? അതിൽ മൊബൈൽ ഇയാളെ പാസ്പോർട്ട് ഇയാൾക്ക് പോകേണ്ട തിരിച്ചു വേണ്ടിയല്ലേ? ബാഗിൽ ഒരു പാസ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന് ആളെ പിടിക്കാൻ നോക്കി. ഇവിടെ നിന്നിട്ട് ഡയലോഗ് എടുത്തിട്ട് ഇയാളെ പാസ്പോർട്ട് വരെ കരിപ്പൂർ എയർപോർട്ടിൽ അടിച്ചു പോയിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ അവരെ പിടിക്കും. ഇവിടെ ഉള്ള സ്റ്റാഫിനെ പിടിക്കും. വന്നിട്ട് ദുബൈയിലല്ല അത്. ഇവിടുന്ന് മാത്രം സംഭവിക്കുന്നല്ല. പുള്ളി പെട്ടെന്ന് വിളി. ദുബായില് പോകുന്നത് എങ്ങനെയല്ല, ടാഗ് കൊടുക്കുന്ന ആ ടൈം എന്നിട്ട് അതിന് സമയം ഉള്ളിൽ കെട്ടുന്നവരാണ്. കാണിച്ച അത്രയല്ലേ വേണ്ട. 3 ആൾക്ക് കാണിച്ചാൽ ഒരു മിനിറ്റ് അല്ലല്ല, ഒരു മാസം കഴിഞ്ഞാൽ നടക്കൂലേ ഇത്? പിന്നെ 3 ദിവസം 6 ദിവസം വരുന്ന വ്യക്തി ഇവിടെ ഒരു ദിവസം ഫുള്ളായിട്ട് കടന്നു ഇയാൾ എന്താ ചെയ്യാ? ഒരു മാസം ഇയാളെ പാസ്പോർട്ട് വരെ അടിച്ചു പോയിട്ടുണ്ട്. മാനേജറെ വിളിച്ചു വരുത്തി വിളിച്ചിട്ട് പോലീസുകാരെ എത്തിക്കണം. കേസെടുക്കണം. ഇവിടെ തന്നെ എയർ ഇന്ത്യ നമ്മള് പൈസയും കൊടുത്ത് അങ്ങ് ഇവിടെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായി നമുക്ക്. ഇവരെ ഒത്തിട്ട് കളിക്കാനൊന്നും വരാൻ പറ്റൂലല്ലോ.